ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ ഡയറിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ സ്പീക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്ന ധൈര്യമുള്ള ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അത് തന്നെയാണ് ഏറ്റവും നല്ല സിനിമകൾ. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സിനിമകൾ ക്വാളിറ്റി വൈസ് നമുക്ക് സിനിമാ ലോകത്തിന് കൊടുക്കാൻ സാധിക്കും. അതിപ്പം മലയാളത്തിൽ നിന്നല്ല മറ്റു ഭാഷകളിൽ നിന്ന് പോലും ആൾക്കാർ ഇപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും കൂടി ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ അത് അതേ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ച് അത് അതേ രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഇതേപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ സംഭവിക്കുകയും ഇങ്ങനത്തെ വിഷയങ്ങൾ ഇത്ര ആധികാരികമായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിന് ക്വാളിറ്റിയെ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ടീമും ഒരു പ്രൊഡക്ഷൻ വാല്യൂയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകരെ തിയേറ്ററുകളിലും ചെന്ന് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു തിരിച്ചറിവും ഇങ്ങനത്തെ നല്ല സിനിമകൾ ഇനി മലയാള സിനിമകൾ ഉണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അത് മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെല്ലാവരും മാറുന്നുണ്ട്. അത് തന്നെയാണ് ഓരോ കൊറിയോഗ്രാഫി. ഇപ്പം മറ്റൊരു സിനിമ കണ്ട ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി ആയിരിക്കില്ല ചിലപ്പോൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ഇതിലും ചില ബെറ്ററായിട്ടുള്ള കൊറിയോഗ്രാഫിക്ക് അടുത്ത സിനിമകളിലും സംഭവിക്കും. അപ്പൊ ആൾക്കാർ ആ ഒരു ബെഞ്ച് മാർക്ക് വയ്ക്കുമ്പോഴും അതിന്റെ മേളിൽ ഇങ്ങനെ അടുത്ത സ്കെയിലിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി മലയാള സിനിമ ഇനിയും ഒരു ഗോൾഡൻ ഫേസിലൂടെ തന്നെ കടന്നു പോകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഒരു പരിധിവരെ മലയാളി സമൂഹത്തിന് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ മൂല കാരണം എന്താണ് എന്നുള്ളതും അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതും ഈ സിനിമയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതൊരു റീച്ചിങ് രീതിയിലല്ല, കുറച്ചും കൂടെ എന്റർടൈനിങ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഇമോഷണലി ഡ്രൈവൻ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ ഒരു പരിശോധന കൂടെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഇപ്പൊ ഹരിശങ്കറുടെ കാര്യത്തിലാണെങ്കിൽ ഇയാളൊരു പോലീസ് ഓഫീസർ മാത്രമല്ല, അയാളുടെ അച്ഛനും കൂടെയാണ് എന്ന് പറയുന്ന ഒരു സംഭാഷണം കൂടി സിനിമയിലുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഈ സിനിമയിൽ ആപ്റ്റ് ആണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾക്കും അതിന്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇമോഷൻ അതേപോലെ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഈ ആ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാന ഘടകം ഇമോഷണൽ ഡ്രിവൺ ആയിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന പല കാര്യങ്ങളും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും കൂടെ ഈ സിനിമയെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇത്രയും ഗംഭീരമായി പെർഫോം ചെയ്ത ഒരു സിനിമ വേറെ ഉണ്ടോ? ഇയാളെ കണ്ടത് വെച്ചിട്ട് ഏറ്റവും മികച്ച സിനിമ എന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി എന്തൊരു പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ? ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഞാനൊരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുന്നു. അത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും എത്രത്തോളം മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് ഭ്രമിപ്പിക്കാറുണ്ട്. ആ കഥാപാത്രമാകാൻ വേണ്ടി നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അന്വേഷണം ഒരു പഠനവും അതിന്റെ ഭാഗത്തായിട്ടുണ്ട്. ഷാഹി നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ യാത്ര ചെയ്തത് വേറൊരു രീതിയിലാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹരിശങ്കറിന്റെ ഒരു ഇമോഷണൽ ട്രാവലിലൂടെ ഈ സിനിമയിലുണ്ട്. അപ്പം ഇയാളുടെ ഇമോഷണൽ ഒരു പാറ്റേൺ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ വേരിയേഷൻസ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സൈക്കാട്രിസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുകയും അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഹരിശങ്കർ. അപ്പൊ അതിനുവേണ്ടി അതിനുള്ള റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ പുറകിലിരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. അപ്പൊ അവരോടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ റിഹേഴ്സൽസ് അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയുള്ള പഠനങ്ങൾ അത് സംവിധായകനോടൊപ്പം അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനോടൊപ്പമുള്ള ആ യാത്രകളും സംഭാഷണങ്ങളുമെല്ലാം ഒരുപാട് എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സെറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ വരുന്നു, ആ പോലീസ് യൂണിഫോമിൽ വരുന്നു, നമ്മൾ പറയുന്ന ഡയലോഗുകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. അതിനുവേണ്ടി നമ്മൾ ആ ലൊക്കേഷൻ ആ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ്, നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, ഇതെല്ലാം നമ്മളെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അറിയാതെയും ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ രീതിയിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ്. കാരണം ഈ തരത്തിലെല്ലാം കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാം ആ തരത്തിൽ എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനാണ്. ആ ഒരു കഥാപാത്രമായിട്ട് മാറാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സംവിധായകനും തിരക്കഥാകൃത്തും ഉണ്ടെങ്കിൽ ഒരു അഭിനേതാവിന് ജസ്റ്റ് അങ്ങനെ നിന്നു കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാവും. ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഒരു ഡെവലപ്മെന്റും ഒരു ഇൻവോൾവ്മെന്റും എല്ലാം ഈ കഥാപാത്രത്തിന് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശരിക്കും
ഞാനും അതിൽ അപ്പോൾ ഇൻട്രോ സീൻ തന്നെയാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് സിനിമയുടെ. അപ്പോൾ ആ ഡയലോഗ് പറയുമ്പോഴും ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രീകാന്ത് ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഷോർട്ട് കഴിഞ്ഞിട്ട് പുള്ളിൻ്റെ അടുത്ത് വന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് തന്നു. അപ്പോൾ അത് ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ശരിക്കും ഒരു അവാർഡ്, ഒരു അംഗീകാരം കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറിഞ്ഞു പറയാതെ നമ്മളെ കഥാപാത്രങ്ങൾ മാറാൻ വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ചാക്കോച്ചന്റെ കരിയർ ബെസ്റ്റ് പ്രകടനവും കാണാം. ഈ ഹരിശങ്കർ എന്ന് പറഞ്ഞ കഥാപാത്രം സ്റ്റിൽ ചാക്കോച്ചന്റെ ശരീരത്തിന് മനസ്സിലൊക്കെ ഉണ്ടോ? ഇതിന് സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാം? ഹരിശങ്കറിന്റെ കഥാപാത്രം അങ്ങനെ ശരീരത്തിൽ മനസ്സിലൊന്നുമില്ല. അത് നമ്മളെ ചെന്ന് നിൽക്കുന്ന ആ സാഹചര്യങ്ങളും നമ്മൾ പറയുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അത് നമ്മളെ കഥാപാത്രമായിട്ട് നിർത്തുന്നത്. അതിനുശേഷം നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ ഹരിശങ്കർ കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ ഭാര്യയോട് കാണിച്ചാൽ മിക്കവാറും ഈ വേദിയിൽ ഞാൻ ഇരിക്കേണ്ടി വരില്ലായിരുന്നു, അല്ലെങ്കിൽ വേറെ ഷേപ്പിലാണ് ഇരിക്കുക. പക്ഷെ ഓരോ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ചാലഞ്ച് ക്രിയേറ്റേഴ്സ് നമുക്ക് ഇട്ട് തരുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ അവസരങ്ങൾ ലഭിക്കുന്നത് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് മാത്രമല്ല ഏതൊരു അഭിനേതാവിനും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും അഭിനേതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു വസ്തുതയാണ്. പിന്നെ എന്തായിരുന്നു അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ആഗ്രഹമുണ്ട്, ഇല്ലാതില്ല. പക്ഷെ അതിനുമുമ്പ് ഇത് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നതനുസരിച്ചുള്ള രീതിയിൽ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരണം എന്നുള്ളത് കൂടെ അറിയിക്കുകയാണ്. കാരണം ഒരു സോഷ്യൽ മെസ്സേജും കൂടെ ഉണ്ട്. അത് പക്ഷെ കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പം ഇതിലുള്ള മറ്റു കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പോലും ഇപ്പൊ ജഗദീഷ് ചേട്ടനെ പറ്റി പറഞ്ഞതുപോലെ ജഗദീഷ് ചേട്ടനെ നമ്മളറിയാം ഈ കുറച്ച് നാളുകളായിട്ട് വേറൊരു വേർഷൻ ഓഫ് ജഗദീഷ് ചേട്ടൻ, ഒരു റീഇൻവെന്റഡ് ജഗദീഷ് എന്നൊരു ആക്ടറിനെ നമ്മൾ കാണുന്നത്. അപ്പൊ ആ രീതിയിൽ ജഗദീഷ് ചേട്ടൻ്റെ ഒരു വളരെ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇത് കാണാനായിട്ട് സാധിക്കും. ഞങ്ങളതിന് മുമ്പ് ഒരുപാട് സിനിമകളിലെ വളരെയധികം കഥാപാത്രങ്ങൾ, വളരെ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളും സിനിമകളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇതുവരെ അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങനത്തെ രീതിയിൽ ഒരു ഫ്രെയിമിൽ വന്ന് അഭിനയിക്കാത്ത രീതിയിലുള്ള സീക്വൻസുകളും ഡയലോഗുകളും ഒക്കെയാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആക്ടറിന്റെ എവല്യൂഷന്റെ ഭാഗമായിട്ടും ആ പ്രോസസ്സിൽ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയുന്നൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രിയാമണിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം വേറൊരു ശക്തമായ കഥാപാത്രമായിട്ട് ഗീത എന്നൊരു കഥാപാത്രമായിട്ട് ഇതിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു വീട്ടമ്മമാരുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാറി വരുന്ന സ്ത്രീകളുടെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അവര് കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്നു, ബോൾഡ് ആകുന്നു, ഇമോഷണലി ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെക്കാളും, അതായത് ഭർത്താവിനേക്കാളും ചിലപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസും അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതൊരു നല്ലൊരു ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.